മാഡ്രിഡ് അങ്ങോട്ട് ജയം അങ്ങോട്ട് കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. എന്നാ പിന്നെ കേസിൽ തുടങ്ങുമ്പോൾ തന്നെ 2 പെനാൽറ്റിയും കൊടുത്തിട്ട് മാഡ്രിഡ് ജയിച്ചു എന്ന് പറഞ്ഞ പോലെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ആ ഒരു ചെറിയ ടീമിനുള്ള ഒരു വേദന എന്തായിരിക്കും? അവർ അത്രയും ബുദ്ധിമുട്ടി വളരെ നല്ല രീതിയിൽ ഫെയർ പ്ലേ എന്ന് എപ്പോഴും ഫിഫ പറയുന്ന ഒരു ഫെയർ പ്ലേ, ആ ഫെയർ പ്ലേന്റെ അനുസൃതമായിട്ട് നല്ല രീതിയിൽ മത്സരത്തിലോട്ട് കളിച്ച് ആധിപത്യം നേടാൻ വേണ്ടി ഹാർഡ് വർക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ടീമാണ് മാഴ്സ. ആ മാർസിയാണ് ഇത്രയും വലിയ ടീമിനായിട്ട് കളിക്കുമ്പോൾ ആ വലിയ ടീമിന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ റെഫറി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എവിടത്തെ കാര്യമാണ്? അതും ആ റെഫറി എല്ലാം കണ്ടു, ആള് വാറിന് പോലും കൊടുത്തില്ല. ആ രീതിയിലാണ് റെഫറി ഡിസിഷൻ എടുക്കുന്നു, പേരെ പെനാൽറ്റി കൊടുക്കുന്നു. ആ പെനാൽറ്റി അടിച്ചോട്ട് കൂടി മാഡ്രിഡ് ആ കളി അങ്ങോട്ട് ജയിക്കുന്നു. അതും 78-ാം മിനിറ്റിലാണ് അത് നടക്കുന്നത്. 80 മിനിറ്റ് ആയപ്പോഴേക്കും പെനാൽറ്റി ഗോൾ അടിച്ച് കളി മാഡ്രിഡ് ജയിച്ചു. ഇതാണ് അവസ്ഥ. എന്തിനാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അറ്റ്ലീസ്റ്റ് ആ വാറിലിരിക്കുന്ന ആ AC റൂമിലിരിക്കുന്ന ടിവിയുടെ മുമ്പിൽ വലിയ വലിയ സ്ക്രീനൊക്കെ ഇട്ടിട്ട് ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവർക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഇതൊന്ന് ചെക്ക് ചെയ്യൂ? അതും പറഞ്ഞില്ല. ഈ വാറിലിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ കോമൺ സെൻസ് വേണ്ട? അവരെങ്കിലും വിളിച്ച് പറയണ്ടേ? അതിനാണല്ലോ അവരെ ശമ്പളം എല്ലാം കൊടുത്തിട്ട് ഇരിക്കുന്നത്. റഫറിക്ക് തെറ്റ് പറ്റിയിട്ടെങ്കിൽ ആ റഫറിയോടൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടതാ ഇങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ട്, നിങ്ങളൊന്നും കൂടെ നോക്കൂ. അതിനാണല്ലോ ഈ വാറിരിക്കുന്നത്. ഈ വാറൊക്കെ എന്തിനാണ് ഇരിക്കുന്നത്? മാഡ്രിഡും പെനാൽറ്റിയും നമുക്ക് അറിയുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാ. പെനൽറ്റി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ന്യായീകരണങ്ങളും കൂടെ പ്ലീസ് കമന്റിൽ എഴുതി അറിയിക്കുന്നു വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത മാച്ചിൽ കാണുന്നവരെ ഗുഡ് ബൈ.